മണ്ണുവയലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീമതി സീന ജോസഫ്, നമ്മുടെ ബഹുമാനായ നമ്മുടെ എല്ലാ അച്ഛൻ, നമ്മുടെ എല്ലാം ക്ലാസ്മേറ്റും ഒക്കെ ആയിരുന്ന ജോസഫ് കൊല്ലറ അച്ഛൻ, അതുപോലെ ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിയ അമ്മണിക്കുട്ടി ടീച്ചർ പറഞ്ഞ പോലെ എന്നെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം ടീച്ചർ അതിന് ശേഷമാണ് വന്നത് ടീച്ചറുടെക്ക്. അതുപോലെ വാർഡ് മെമ്പർ ശ്രീമതി സുനി സജി, PTയുടെ പ്രസിഡന്റ് സാബു തോമസ്, അതുപോലെ ഈ സ്കൂളിലെ അധ്യാപകരെ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മുടെ എല്ലാ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളുമായിട്ടുള്ള എല്ലാവരും നമസ്കാരം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. ഇങ്ങനെ ഒരു ഉപചാരം ചൊല്ലി ഈ സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോയവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സ്കൂളിനെ കുറിച്ച് ഞാനിപ്പോൾ അച്ഛനോട് പറയായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്ന സ്കൂളാണ്. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പം ഞാനും അച്ഛനുമായിട്ട് ഒരു ദിവസം വഴക്കുണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് വരുന്ന കാലം അവിടെ അച്ഛൻ്റെ ജോർജിയേട്ടൻ്റെ കടയിൽ. അപ്പം ഞാൻ പോയിട്ട് ജോർജിയേട്ടനോട് പറഞ്ഞു, അച്ഛൻ എന്നെ വഴക്കുണ്ടാക്കി. അപ്പൊ ജോർജിയേട്ടൻ എന്ത് ചെയ്തു ചോദിച്ചാല് ഒരു വടിയെടുത്തിട്ട് രണ്ടടി വെച്ചു. എനിക്ക് വലിയ സന്തോഷമായി, കാരണം ഞാൻ ചിരിക്കാമലായില്ല. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഫാദർ പുറകെ നിൽപ്പുണ്ടല്ലോ. അപ്പോ പുള്ളി അത് എന്നാന്ന് അന്വേഷിച്ചിട്ട് അതിനേക്കാൾ വലിയൊരു വടിയെടുത്തിട്ട് എനിക്ക് ഇടണം. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കൊടുത്താ കൊല്ലത്തും കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം പിടിക്കും. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഈ സ്കൂളിലുണ്ട്. കാലം വായിക്കാത്ത ഒരുപിടി ഓർമ്മകൾ. ഈ പുലിക്കല് പാറയ്ക്ക് ഒരുപക്ഷെ കഥയോ കവിതയോ എഴുതാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് കഥകളും കവിതകളും ഈ പുലിക്കല് പാറ പറയുമായിരുന്നു. നമ്മൾ ഈ സ്കൂളിലേക്ക് മാതാപിതാക്കളുടെ കൈകൾ പിടിച്ചു വന്ന ആ ദിവസം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഓർമ്മയിലുണ്ടോ? ആ നമ്മുടെ കൈപിടിച്ച കരങ്ങൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല പലരും. അതുപോലെ നമ്മളിവിടെ വന്നപ്പോൾ ആദ്യം 1ാം ക്ലാസ്സിൽ കുഞ്ഞപ്പ സാറാണ് അല്ലേ, വളരെ മനോഹരമായി ക്ലാസ്. അതുപോലെ തന്നെ അദ്ദേഹം, ഞാൻ ഓർക്കുന്നു, ഈ നമ്മൾ കുളിച്ചിട്ടാണോ വരുന്നത്, പല്ല് തെച്ചിട്ടാണോ വരുന്നതൊക്കെ നാക്കുമൊക്കെ തുറന്ന് കാണിക്കണം. അപ്പം ഞാൻ എപ്പോഴും ഈ ആറ്റിൽ കുളിക്കുമ്പോൾ സാറ് കൂടെ, അതുകൊണ്ട് എന്നെ മാത്രം നോക്കൂലായിരുന്നു. ബാക്കിയുള്ള പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ടോ, അങ്ങനെ വളരെ ചിട്ടയായ രൂപത്തിലായിരുന്നു. അതുപോലെ ഈ ഇവിടുത്തെ അധ്യാപകരൊക്കെ തന്നെ ഈ നാട്ടിലുള്ളവരൊക്കെ ആയിരുന്നല്ലോ ഒരുപാട് അധ്യാപകർ. എല്ലാവരും വലിയ ബന്ധങ്ങളുള്ള, കുടുംബ ബന്ധുക്കളായിട്ടുള്ള അധ്യാപകരുമായിരുന്നു ഈ സ്കൂളുണ്ടായിരുന്നത്. നമ്മുടെ ഉള്ളിൽ ഈ അറിവിന്റെ ദീപം തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കേവലം ഒരു ഒത്തുചേരൽ മാത്രമല്ല, ഇത് പഴയ കാലത്തിലേക്കുള്ള ഒരു തിരികെ യാത്രയാണ്. എല്ലാവരും ഒരു ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഒരു ഉറക്കത്തിന്റെ മട്ടിലാണെന്ന് തോന്നുന്നല്ലേ. നമുക്ക് എല്ലാവരും കൂടി ഒരു കവിത പാടിയല്ലോ, 2 വരി പാടുവോ? അക്കാലമിനിയും വരുമോ സഖീ, പഠിക്കും. അക്കാലമിനിയും
വരുമോ സഖി. ഒച്ചയില്ല. അക്കാലം ഇനിയും വരുമോ സഖി. ഞാൻ തന്നെ പാടാം. നമ്മൾ ആ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന കാലം, അക്കാലം ഇനിയും വരുമോ സഖി. നമ്മൾ ആ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന കാലം, ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരുപാടു കാലം ഒരുമിച്ചിരുന്നതും ഓർമ്മയില്ലേ. അക്കാലം ഇനിയും വരുമോ സഖി. നമ്മൾ ആ ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന കാലം. അതൊരു കാലമായിരുന്നു അല്ലേ? അങ്ങനെ ഒരു കാലമില്ലായിരുന്നു. എല്ലാവരും ഈ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന്റെ ഒരു ഉറക്കത്തിന്റെ മൂഡിലേക്ക് വരുന്നു തോന്നുന്നല്ലേ? അപ്പോൾ ഇത്തരം ഒരു ഒത്തുചേരലിന് അവസരമൊരുക്കിയ ഈ സ്കൂൾ അധികൃതരെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അവരെയും ആശംസകൾ അറിയിക്കുകയാണ്. അറിവ് ഒരിക്കലും അവസാനിക്കാത്തൊരു യാത്രയാണ്. ഒരിക്കലും അതിനൊരു പ്രായമില്ല. ഞാനും ഇപ്പം MG യൂണിവേഴ്സിറ്റിയിൽ ഒരു MBA കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു പ്രത്യേക പ്രായമൊന്നുമില്ല. ഇപ്പോഴൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഞാൻ നോക്കിയിട്ട് നമ്മുടെ കാലത്ത് വളരെ ക്ലേശകരമായ ഒരു വിദ്യാഭ്യാസമാണ്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തൊഴിലൊക്കെ നേടേണ്ട ഒരു കാലം. പക്ഷെ നമ്മുടെ ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് എന്ത് വേണേൽ പഠിക്കാം. ഇപ്പോഴത്തെ ഒരു വിദൂര വിദ്യാഭ്യാസ സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ഒരു കാര്യം പറഞ്ഞത്, അതുപോലെ സാബുവും പറഞ്ഞു, ഈ മലയാളം മീഡിയം എന്നതിന്റെ ഒരു പരിമിതി എന്തുകൊണ്ട് നമുക്ക് മാറി ചിന്തിച്ചുകൂടാ. ഈ കാലത്തിനനുസരിച്ചുള്ള ഈ ഇതുപോലുള്ള സ്കൂളുകൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കാലത്തിനെ അഡ്രസ് ചെയ്യാനുള്ള അഡ്രസ് ചെയ്യാൻ കഴിയാത്തതാണ് പലപ്പോഴും ഈ സ്കൂളുകൾ. കാരണം പുതിയ കാലത്ത് പുതിയ വിദ്യാഭ്യാസമാണ്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ AI-യുടെ ഒരു വലിയ സാധ്യതകളുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ അറിയുന്നതിനേക്കാൾ വലിയ മേഖലകളിലാണ് ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി വന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പം ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷയൊക്കെയാണ്. പക്ഷെ എന്ത് വെച്ചാല് പലപ്പോഴും നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ഈ മത്സര പരീക്ഷകളിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലും ഇടിച്ചു കയറാൻ കഴിയാത്തൊരു വലിയ ബുദ്ധിമുട്ട്. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് നന്നായി മനസ്സിലാകും. വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഉള്ളത് വെച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിയില്ലെങ്കിലും അറിയാവുന്നത് പ്രയോഗിക്കാനാണ്. പലപ്പോഴും ഈ പുതിയ കുട്ടികൾ വരുന്നത് അവർക്ക് ഈ പറയുന്ന പോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തതിന്റെ കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ പുതിയ ഈ കമ്പ്യൂട്ടറുടെ സിസ്റ്റം ഉപയോഗിക്കാനുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഈ സ്കൂൾ മാറി ചിന്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഇവിടുത്തെ സ്കൂൾ അധികൃതരോടും അതുപോലെ അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ സ്കൂൾ ഹെഡ്മിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, ഒരു ലൈബ്രറിയെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ ഈ നാടിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഈ നാട്ടിലെന്താ ഒരു പൊതുവായി മനുഷ്യന് ഒന്ന് കൂടാൻ കഴിയുന്ന എന്തെങ്കിലും പരിപാടി ഈ നാട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്കൂള് അതിനെ ആ കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ലൈബ്രറി സംവിധാനം നമുക്കെല്ലാം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ലൈബ്രറി സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സഹായങ്ങളും നമുക്കെല്ലാം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കൊക്കെ അങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നും ഇല്ല ഈ നാട്ടിൽ, അല്ലേ? ജോസിട്ടാണുണ്ടോ? നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ലേ? അങ്ങനല്ലേ? അപ്പൊ അങ്ങനെയെല്ലാം നമുക്ക് ഒരു മാറി ചിന്തിക്കാൻ നമ്മുടെ ഈ ഒരു ഗ്രാമത്തിന് വലിയ ഒരു ഈ കാലഘട്ടത്തിൽ വലിയൊരു പ്രസക്തിയുണ്ട്. ആ പരിമിതികൾ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയണം. എന്റെ വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല. ഈ സംഗമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പഠിച്ചിറങ്ങിയ വിദ്യാലയം